ഇന്ന് ആനയിടഞ്ഞ് രണ്ടുപേരെ ചവിട്ടിക്കൊന്നു. രാവിലെ എറണാകുളത്ത് കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുന്നതിനായി കൊണ്ടുവന്ന മയ്യനാട് അരുണിമ പാർത്ഥസാരഥിയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന പാപ്പാന്മാരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ലോറിയുടെ ഡ്രൈവറെ ചവിട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. പത്തനംതിട്ട കുടുമൺ സ്വദേശിയായ വിഷ്ണുവിനെയാണ് പാർത്ഥസാരഥി അതിക്രൂരമായി ചവിട്ടിക്കൊലപ്പെടുത്തിയത്. 4 മണിക്കൂറിലേറെ പ്രദേശത്താകെ പരിഭ്രാന്തി പരത്തിയ പാർത്ഥസാരഥി നിരവധി വാഹനങ്ങൾ തകർക്കുകയും തെങ്ങുകൾ കുത്തിമറിക്കുകയും ചെയ്തു. എലിഫന്റ് സ്ക്വാഡ് എത്തി ആനയെ തളയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതിനാൽ മയക്കുവെടി വെച്ചാണ് ആനയെ തളച്ചത്. കൊല്ലത്ത് നിന്ന് പാലക്കാട്ടേക്ക് ഉത്സവ പരിപാടിക്ക് പോകുന്നതിനിടയിൽ തൊഴുന്നതിനു വേണ്ടിയാണ് പാർത്ഥസാരഥിയെ കിടങ്ങൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത്. ക്ഷേത്രത്തിലെത്തിയ പാർത്ഥസാരഥി അപ്രതീക്ഷിതമായി ഇടയുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനെത്തിച്ച വഴുവാടി കാശിനാഥൻ എന്ന ആനയിടഞ്ഞ് 2ാം പാപ്പാനായ ശ്രീകുട്ടനെ ചവിട്ടിക്കൊലപ്പെടുത്തുകയും 1ാം പാപ്പാൻ അമലിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന വിളക്കെഴുന്നള്ളിപ്പിനിടയിലും കാശിനാഥൻ ഇടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ആനയെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെ ആനകളെ കെട്ടുന്ന ദേവസ്വം പറമ്പായ കൊട്ടിലാക്കിലാണ് തളച്ചിരുന്നത്. എന്നാൽ ഇന്നുച്ചയോടെ കൂടുതൽ അക്രമാസക്തനായ ആന പറമ്പിലെ താൽക്കാലികമായി നിർമ്മിച്ചിരുന്ന ഷെഡ് തകർക്കുകയും പാപ്പാന്മാരെ ആക്രമിക്കുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പാപ്പാന്മാരെ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നെഞ്ചിന് ഗുരുതരമായി പരിക്കേറ്റ 2ാം പാപ്പാൻ ശ്രീകുട്ടൻ മരണത്തിന് കീഴടങ്ങി. ഇടഞ്ഞ ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാപ്പാൻ ശ്രീകുട്ടനും ലോറി ഡ്രൈവർ വിഷ്ണുവിനും ആദരാഞ്ജലികൾ.